യെസ്, അതുപോലെ തന്നെ പ്രസാദ് ഈ ന്യൂ ഇയർ ബമ്പർ എടുത്തായിരുന്നോ? ന്യൂ ഇയർ ബമ്പർ ഇന്ന് എടുക്കണം. അത് ഞാൻ അങ്ങോട്ടേക്ക് പറയാൻ ഇന്ന് എടുക്കണം, കാരണം ഉച്ചയ്ക്ക് നറുക്കെടുപ്പാണല്ലോ അല്ലേ? ഇന്ന് എടുത്തില്ല. അതെ അതെ അതെ, ഇന്ന് ഉച്ചക്ക് നറുക്കെടുപ്പാണ്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷയുടെ ദിവസമാണ്. നമ്മളതിനെ വല്ലാതെ അതെ ഉറപ്പായിട്ട് എടുക്കാം. 20 കോടിയാണ് റോഷ്നി, ചില്ലറ കളിയല്ല. 20 കോടിയാ. 20 കോടി എന്ന് മാത്രമല്ല, രണ്ടാം സമ്മാനം 1 കോടി വീതം 20 പേർക്കുണ്ട് എന്നതാണ്. വലിയ ടിക്കറ്റ് വിൽപ്പന വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ്. അതായത് 400 രൂപയുടെ ഏതാണ്ട് 50 ലക്ഷം ടിക്കറ്റാണ് എടുത്തത്. അതിൽ ഏതാണ്ട് 90% വിറ്റുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ ലോട്ടറി ഡയറക്ടറേറ്റ് നൽകിയ കണക്ക്. ഇന്ന് ഏതാണ്ട് എല്ലാ ടിക്കറ്റും വിറ്റ് തീരും എന്ന ആത്മവിശ്വാസമാണുള്ളത്. സർക്കാരിനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട വരുമാന മാർഗം തന്നെയാണ്. നമ്മളെല്ലാ ബമ്പറുകളും ഇങ്ങനെ ആഘോഷിക്കാറുണ്ട്. കാരണം ആരാണ് ആ വിജയ്? കഴിഞ്ഞ കുറച്ച് നറുക്കെടുപ്പുകളായിട്ട് വിജയ് ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ട്. നേരത്തെ ഇവിടെ ആറ്റുകാലിലുള്ള ബമ്പർ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ അടിച്ചു എന്നിരിക്കുക. പ്രസാദ് നാളെ ജോലിക്ക് കയറുമോ? ഉറപ്പായിട്ടും അരമണിക്കൂർ നേരത്തെ വരും. ആരോടും പറയില്ലല്ലോ, കയറിയാൽ മതി. അല്ല മാത്രമല്ല മനുഷ്യനോട് പറയാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ റോഷ്നി ഇതാണ്. അതായത് റോഷ്നി നേരത്തെ നമുക്കറിയാവുന്ന ഒരു കാര്യം, ഈ ബമ്പർ അടിച്ചവരിൽ കൃത്യമായി സാമ്പത്തിക സ്ഥിതി കൈകാര്യം ചെയ്ത് കൃത്യമായി ജീവിക്കുന്നവർ വളരെ കുറവാണെന്നതാണ്. അതായത് 10ഉം 20ഉം ഇപ്പോഴാണല്ലോ 20 കോടിയൊക്കെ വരുന്നത്. നേരത്തെ 10 കോടി 5 കോടിയൊക്കെ ആയിരുന്നു ബമ്പറായി ഉണ്ടായിരുന്നത്. അതൊക്കെ കിട്ടിയിരുന്നവർ അവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു സാമ്പത്തിക അച്ചടക്കവും ഇല്ലാതെ ജീവിച്ചു. അതായത് നമ്മുടെ അടുത്തേക്ക് ഒരുപാട് പേര് വരുമല്ലോ. ഇന്നലെ വരെ ഇല്ലാത്ത ബന്ധുക്കൾ വരും, സുഹൃത്തുക്കൾ വരും, നാട്ടുകാർ വരും, കൂട്ടത്തോടെ വന്ന് പണപ്പിരിവായിരിക്കും. പിന്നീട് ഇതെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നൊന്നും അവർക്കറിയില്ല. ഒരുപക്ഷെ ആ എറണാകുളത്തെ നമ്മളൊരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടനുണ്ടല്ലോ, അവർ മാത്രമായിരിക്കും സമീപകാലത്ത് നല്ല രീതിയിൽ ഇത് കൈകാര്യം അനൂപും ഈ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ എടുത്ത് അതെ അനൂപും. പക്ഷേ റോഷ്നി, അനൂപ് ഒരു പെടൽ വിട്ടു. അതായത് ഈ വാർത്തകൾ ഇങ്ങ് വന്നതോടുകൂടി അനൂപിന്റെ വീട്ടിലേക്ക് കൂട്ടത്തോടെ ആളുകൾ വന്നു. പിന്നെ അനൂപ് വീട് മാറി താമസിച്ചു. അതിൽ പണം ചോദിച്ചു വന്നവരുടെ വലിയ കോമഡി ഉണ്ട്. അതിൽ ഒരാൾ പറഞ്ഞത് എന്താണെന്നറിയോ? എനിക്കൊരു എൻഫീൽഡ് വാങ്ങിത്തരണം, എന്തായാലും സർക്കാർ തന്ന പൈസ അല്ലേ. ആ രീതിയിലൊക്കെയാണ് ആളുകൾ വീട്ടിലേക്ക് പോകുന്നത്. അതായത് ഇതൊരു ഫ്രീ കിട്ടിയ പൈസയാണ്, സർക്കാർ തന്നെയല്ലേ, അപ്പൊ നമുക്ക് കുറച്ച് തന്നാൽ എന്താ, ഈ രീതിയിലാണ്. എന്തായാലും ഇപ്പൊ ടി.വി. പ്രസാദ് ബമ്പർ എടുക്കണം, അത് സമ്മാനം അടിക്കണം. സമ്മാനം അടിച്ചിട്ട് ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണാനുണ്ട്. ടി.വി. പ്രസാദിന് പരിഗണനയൊക്കെ വേണം കേട്ടോ. അല്ല റോഷ്നി, ശരി പറയൂ. അതെ ഉറപ്പായിട്ടും അതാ നമ്മൾ അഥവാ അടിച്ചു കഴിഞ്ഞാൽ ആൻഡോ സാറിനോടൊന്നും പറഞ്ഞേക്കരുതേ, ഇന്നസെന്റ് പറഞ്ഞതുപോലെ കേട്ടോ.